ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. Students, welcome back to Physics Academy's another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഒരു 4 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും നോക്കാം. നിങ്ങൾക്ക് അറിയാലോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷന്. ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. 20 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കറക്കി കുത്തി ഒരു 10 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് അത് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബിക്കോസ് 33 മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതിലൊരു 20 മാർക്ക്, 20 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? ഒരു ചോയ്സ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെയോ നിങ്ങളൊരു ചോയ്സ് സെലക്ട് ചെയ്ത് നിങ്ങളൊരു ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സെക്കൻഡ് കൊണ്ട് 1 മാർക്കാണ് നേടാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കടന്നാലോ? So first question, who is considered head of Parliament of India? Head of Parliament of India. Just Parliament എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി ആൻസർ ചെയ്യാൻ പറ്റുമോ അല്ലെ? പാർലമെന്റിന്റെ ഹെഡ് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇതിനി നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്നതില്ല. എന്നാലും നിങ്ങളുടെ ബേസിക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ കൂടെ നിങ്ങൾക്ക് വന്നാൽ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി ഹൗസസ് ഡസ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്? അതായത് ഈ പാർലമെന്റ് ഹൗസിൽ എത്ര ഹൗസസ് ആണ് ഉള്ളത് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ എത്ര ഹൗസസ് ആണ് നിങ്ങൾക്ക് അറിയാം? ലോക്സഭ, രാജ്യസഭ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ 2 ഹൗസസ് ആണ് ഉള്ളത്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. 2 ഹൗസസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരാത്ത ഓപ്ഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. ഇതിൽ റൈറ്റ് ടു ഈക്വാലിറ്റി നമുക്ക് അറിയാം, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നതാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് അതും ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നെക്സ്റ്റ് റൈറ്റ് ടു വോട്ട് കിടക്കുന്നുണ്ട്. വോട്ട് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ? അല്ല, പക്ഷെ നമ്മളെ അധികാരം തന്നെയാണ്. റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെയാണ്. സോ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റൈറ്റ് ടു വോട്ട് ആണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഓഫ് ലോക്സഭ ഇസ്? ലോക്സഭ എത്ര കാല അളവിലേക്കാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. നമ്മളറിയാം, നമ്മളെ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഭരിക്കുന്നത്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററെ തെരഞ്ഞെടുത്താലും മിനിസ്റ്ററിനെ തെരഞ്ഞെടുത്താലും ഒക്കെ അവർ എത്ര കാലഘട്ടത്തിലേക്കാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഓൾറെഡി ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോക്സഭന്റെ ഒരു ടേം എത്ര കാലത്തേക്കാണ് എന്നുള്ളതാണ്. 5 years എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ബേസിക് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ദ അതോറിറ്റി ടു ഡിസോൾവ് ദ ലോക്സഭ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടേം? അതിന്റെ ടേം കഴിഞ്ഞാൽ, കാലാവധി കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്ത് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം അല്ലെ. ഇത് ഡിസോൾവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം അതിൽ ഇനി ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട. ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിനെ ഡിസോൾവ് ചെയ്യുന്നത് നമ്മളെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. നോ കൺഫ്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ? രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എത്രയാ? നമ്മൾ രാജ്യസഭ നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് അല്ലെ, രാജ്യസഭ ലോക്സഭ പഠിക്കാനുള്ള. ആ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. 250 മെമ്പേഴ്സ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, രാജ്യസഭയിലെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ബേസിക് ഐഡിയാസ് ആണ്. ഇത്തരത്തിൽ വേണം നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടുത്ത നോക്കാം. ഹു പ്രിസൈഡ്സ് ഓവർ ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് എന്നുള്ളതാണ്. പാർലമെന്റിലെ 2 ഹൗസുകളും അവരുടെ ജോയിനിങ് അതിനെ പ്രിസൈഡ് ചെയ്യുന്നത്, അതിനെ എന്താ പറയാ, അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഹു പ്രിസൈഡ്സ് ഓവർ ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്? ആരാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ രാജ്യസഭ ഇസ് ഓൾസോ നോൺ ആസ് ദ ഡാഷ്. എന്താണ് രാജ്യസഭേനെ ഒരു മറ്റൊരു പേര് എന്താണ് രാജ്യസഭയുടെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ രാജ്യസഭയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ? ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് സുപ്രീം കോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നേരെ സുപ്രീം കോർട്ടാണ് എന്ന് എഴുതരുത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ലോക്സഭയാണ്. ലോക്സഭയിലാണ് ഏറ്റവും വലിയ നിയമനിർമ്മാണം നടക്കുന്നത്. ഓക്കെ, അപ്പം ലോക്സഭ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എലക്റ്റഡ്? എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇന്ത്യയില്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പാർലമെന്റിൽ ജോയിന്റ് സിറ്റിംഗ് ചെയ്തിട്ടാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഓപ്ഷൻ ബി നോക്കിയേ, വൈ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ത്രൂ ആ ജോയിന്റ് സിറ്റിംഗ് എന്ന് കാണുന്നുണ്ട് അല്ലെ. സിമ്പിൾ, നമുക്ക് ഓപ്ഷൻ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക, അതിനെങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കുന്ന കണ്ടന്റുകളിലെ ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ വരുന്നുണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മൾ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടും ഡിവൈഡ് ചെയ്തൊരു പഠനം സാധ്യമല്ല അല്ലെ. നമ്മൾ എന്താണ് സബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എല്ലാ കണ്ടന്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ടാവുക. ഓക്കെ, മാക്സിമം ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. ചിലതൊക്കെ ജനറൽ നോളജ് മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് കണ്ടന്റുകൾ, ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ, അതിൽ നിന്നായിരിക്കും ഇതേ തരത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം NIOSന് കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക. താങ്ക് യു.